നമസ്കാരം. എൻ്റെ ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ ഞാൻ വേറെ ഒന്നല്ല, ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു നറുക്കെടുപ്പിൻ്റെതായിട്ടുള്ള ഒരു ലോട്ടറി നറുക്കെടുപ്പിൻ്റെതായിട്ടുള്ള സംഭവം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വീഡിയോ ഭയങ്കരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. ഞാനാണെങ്കിൽ ശരി, രേണുചേച്ചിയും ശരി, അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നമുക്ക് അതിങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്ന ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്കും അറിയില്ലായിരുന്നു. പിന്നെ നമ്മളെ വിളിച്ച ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പറഞ്ഞത് അവരുടെ ആൾക്കാർ പറഞ്ഞാൽ അതിൻ്റെ അറിയുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ആ വീട് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു ഏർപ്പാടാണ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, നിങ്ങൾ ജസ്റ്റ് വീഡിയോ എടുത്ത് തന്നാൽ മാത്രം മതി, അതാണ് പറഞ്ഞായിരുന്നു. അപ്പോൾ അവരിനെ വിശ്വസിച്ചാണ് നമ്മൾ ആ സംഭവം പോയി ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഇത്രയും അതൊരു സംഭവം എന്നുള്ളത് നമ്മളൊരിക്കലും വിചാരിച്ചില്ല. ഞാനാണെങ്കിലും രേണു ചേച്ചി ആണെങ്കിലും വിചാരിച്ചില്ല. പക്ഷെ എന്തായാലും എന്തൊക്കെയായിരുന്നാലും തെറ്റിനെയാണ് നമ്മുടെ ഭാഗത്ത് അവർ തെറ്റ് പറ്റിപ്പോയി. പക്ഷെ നമ്മുടെ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അതിന്റെ സ്ഥലത്ത് അവരുടെ ആ ആൾക്കാർ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര കടം കയറി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വന്നിട്ടൊരു വീഡിയോ നിങ്ങൾ ചെയ്തു തരണം എന്നായിരുന്നു നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു ശരി, കുഴപ്പമില്ല, നമ്മൾ വന്നിട്ട് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളവിടെ എത്തിയത്. പക്ഷെ അവരപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം പറഞ്ഞ വീഡിയോ നമ്മളത് പറയണ സമയത്തും നമ്മൾ അവിടെ എത്തണ വരെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ അവരും നിൽക്കും. കാരണം ഇപ്പോൾ ആരാണോ പ്രോപ്പർട്ടി, ആരുടെയാണോ ആ സ്ഥലം, അവർക്ക് ആ വയ്യാതിരിക്കുന്ന ആൾക്കാർ അവരാരാണോ അവരും വീടിന്റെ മുന്നിൽ നിൽക്കും എന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തിയ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നിൽക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് എങ്ങനെയും ഒരു മിനിറ്റിന്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു തരണം പറഞ്ഞു. വേറെ നമുക്ക് നിവർത്തി ഉണ്ടായിരുന്നില്ല. കാരണം അത്ര നേരം നമ്മളും വിചാരിച്ചത് അവർ നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയത്. പക്ഷെ അവർ പറഞ്ഞത് അവരവിടെ എത്തിയ സമയത്ത് നമ്മുടെ അവർ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. ശരി, എന്തായാലും വന്നതല്ലേ കൊണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത് ഒരു ഏറിപ്പോയി ഒരു 4-5 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ആ വീഡിയോന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഒരാളുടെ ഒരു വിഷമവും സങ്കടവും കേട്ട സമയത്ത് നമ്മൾ അത് ചെയ്തു കൊടുത്തതാണ്. അത് ഇത്രയും വലിയൊരു സംഭവങ്ങളാണ്, അല്ല ഇത്രയും കുറെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് അതിന്റെ ഗൗരവത്തോടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങളും അതിന്റെ ബാക്കിലുള്ള സംഭവങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എന്തായാലും ഞാൻ